നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു കെ വെളുത്തമ്പുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. DCCയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച കെ വെളുത്തമ്പു അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. മഴ ശക്തമായതോടെ പ്രാണൻ വിറച്ച് കടലോരം. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് കടൽ ഭിത്തി നിർമ്മാണത്തിന് തടസ്സമാകുന്നതെന്ന ന്യായം പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞുമാറുന്നതായി ആക്ഷേപം. മലബാറിനോട് റെയിൽവേയുടെ കൊലച്ചതി. ബൈന്ദൂർ പാസഞ്ചർ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷ മങ്ങുന്നു. ഒരു മാസത്തോളം മഞ്ചേശ്വരത്ത് നിർത്തിയിട്ട പാസഞ്ചറിന്റെ കോച്ചുകൾ വിവിധ പാസഞ്ചർ വണ്ടികളിൽ ഘടിപ്പിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ KSTP നടത്തുന്ന റോഡ് പണിയിൽ ഉദുമ ടൗണിനെ അവഗണിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഉദുമ കൂട്ടായ്മയും സംയുക്തമായി സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. റംദാനിൽ രുചിയേറും പലഹാരവുമായി വിപണികൾ സജീവം. കല്ലുമ്മക്കായ് ഫ്രൈക്കും ചിക്കൻ വിഭവങ്ങൾക്കും പുറമെ വ്യത്യസ്തത പകർന്ന് ചിക്കൻ കിളിക്കൂടും നോമ്പ് വിപണിയിലെ പ്രിയ വിഭവമാകുന്നു. യഥാർത്ഥ ഓണാഘോഷമായ പൊലിയന്ത്രം ചടങ്ങിനെക്കുറിച്ച് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ സാഹിത്യവേദി നിർമ്മിച്ച പൊലിയന്ത്രം റിച്വൽ ഓഫ് എ ഗ്രേറ്റ് റിട്ടേൺ എന്ന ഡോക്യുമെന്ററി സിനിമ പ്രദർശനത്തിനൊരുങ്ങി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ചിത്രീകരണം. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഭരണം നടത്തുന്ന പാർട്ടികൾ തന്നെ അക്രമം അഴിച്ചുവിട്ട് ഹർത്താൽ തുടർക്കഥയാക്കുകയാണെന്നും ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ചത്. കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷവും അക്രമം അഴിച്ചുവിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പോലീസ് നിഷ്ക്രിയമായെന്നും കേരളത്തെ ഇടതുപക്ഷ സർക്കാർ മദ്യാലയമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇടതുമുന്നണി ഗവൺമെൻറ്റിൻ്റെ മദ്യനയം കേരളത്തിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ ഒരു ബാറും തുറക്കില്ല എന്ന് വാഗ്ദാനം കൊടുത്തതാണ്. അടഞ്ഞു കിടക്കുന്ന ഒരു ബാറും തുറക്കത്തില്ല എന്നുള്ള വാഗ്ദാനം നൽകിയിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേറി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ പുതിയ മദ്യനയം കേരളത്തിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വഞ്ചനയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. കേരളത്തെ ഒരു മദ്യാലയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇടതുമുന്നണി നടത്തുന്നത്. ഈ നയം നടപ്പാക്കുന്ന ജൂലൈ 1-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കളക്ടറേറ്റുകളിലേക്കും ബഹുജന മാർച്ച് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഭരണം നടത്തുന്ന സർക്കാർ തന്നെ ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയും ചേർന്ന് നടക്കുന്ന ഈ അക്രമങ്ങൾ ബന്ധും സമാധാന ജീവിതം അസാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 2ാമത്തെ ഹർത്താലാണ്. പ്രാദേശിക തലങ്ങളിൽ ഓരോ ദിവസവും ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പോലീസില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ ക്രമസമാധാനം പാലിക്കാനുള്ള പോലീസില്ലേ? ഈ അക്രമ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ എന്തുകൊണ്ട് പോലീസിന് കഴിയുന്നില്ല? പോലീസ് ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. ഗസ്റ്റ് ഹൌസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, CK ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു കെ വെളുത്തമ്പുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. DCCയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച കെ വെളുത്തമ്പു അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCCയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മുൻ DCC പ്രസിഡന്റ് കെ വെളുത്തമ്പു അനുസ്മരണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു വെളുത്തമ്പുവെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ലളിത സ്വഭാവമുള്ള, മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ ഒരു പ്രവർത്തകനും നേതാവുമായിട്ട് വേണം നമുക്ക് ശ്രീ കെ വെളുത്തമ്പുവിനെ വിലയിരുത്തുവാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ ഉയർച്ചകളിലും താഴ്ചകളിലും പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം.
എല്ലാ തരത്തിലും പാർട്ടി വെല്ലുവിളി നേരിട്ട ഓരോ കാലഘട്ടത്തിലും പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ അനുഭാവികളുമായ ആളുകളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ശ്രീ വെളുത്തുംപേട്ടിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചടങ്ങിൽ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ അധ്യക്ഷനായി. കെ സുധാകരൻ, KP കുഞ്ഞിക്കണ്ണൻ, P ഗംഗാധരൻ നായർ, CT അഹമ്മദ് അലി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ജില്ലയിൽ ഒരു നിയമസഭാ സീറ്റെങ്കിലും കോൺഗ്രസിന് ലഭിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ വോട്ടുകൾ വർഗീയമായി ഭിന്നിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുമായിരുന്നുവെന്ന് മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ സുധാകരൻ. കണ്ണൂർ പോലുള്ള മണ്ഡലത്തിൽ നിന്ന് ഉദുമയിൽ വന്ന് മത്സരിക്കാൻ താൻ തീരുമാനിച്ചത് ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ DCC പ്രസിഡന്റ് അന്തരിച്ച കെ വെളുത്തമ്പു അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു MLA ആയി 5 വർഷം നിയമസഭയിൽ ഇരുന്ന് ശമ്പളവും പെൻഷനും വാങ്ങാനുള്ള മോഹമായിരുന്നില്ല ഉദുമയിൽ എന്നെ മത്സരിക്കാൻ പ്രേരിപ്പിച്ച വികാരം. കാസർഗോഡ് ജില്ലയിൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു MLA ഉണ്ടാകാൻ സാധിച്ചാൽ ഈ കാസർഗോഡ് ജില്ലയുടെ രാഷ്ട്രീയ മണ്ണ്, അതിന്റെ നിറവും അതിന്റെ മണവും മാറും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെ ജനാധിപത്യ വോട്ടുകൾ ഭിന്നിക്കുന്നിടത്ത് ജനാധിപത്യ മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ആ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന തോന്നലാണ്. മഴ ശക്തമായതോടെ പ്രാണൻ വിറച്ച് കടലോരം. സുരക്ഷാ ഭിത്തികൾ പാടെ തകർന്ന നിലയിൽ. കടൽക്ഷോഭം മൂലം നിരവധി തവണ വീടുകൾ തകർന്ന കസബ, ചേരങ്കൈ ഭാഗങ്ങളടക്കം മഞ്ചേശ്വരത്തിനും തൃക്കരിപ്പൂരിനുമിടയിൽ നിരവധി സ്ഥലങ്ങളിൽ കടൽഭിത്തി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് കടൽഭിത്തി നിർമ്മാണത്തിന് തടസ്സമാകുന്നതെന്ന ന്യായം പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് അധികൃതർ. മഴക്കാലമായതോടെ കടൽക്ഷോഭങ്ങളും പതിവായിരിക്കുകയാണ്. രൂക്ഷമായ കടൽക്ഷോഭം നേരിടുന്ന ജനവാസ പ്രദേശങ്ങളിലടക്കം കടൽഭിത്തി നിർമ്മിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കി വർഷം തോറും സർക്കാരിന് സമർപ്പിക്കാറുണ്ടെങ്കിലും എല്ലാം കടലാസിലൊതുങ്ങി. മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള കടലോരത്ത് നിർമ്മിച്ചിരിക്കുന്ന കടൽഭിത്തികൾ പോലും പലയിടങ്ങളിലും പൂർണ്ണമായും തകർന്നു. മഴ ശക്തമായതോടെ നിർമ്മാണ പ്രവൃത്തിയുടെ മുന്നോടിയായുള്ള പഠനം പോലും ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. തുടർച്ചയായുള്ള മണൽക്കടത്തും കടൽക്ഷോഭം രൂക്ഷമാകാൻ പ്രധാന കാരണമാണ്. മഴ ശക്തമായതോടെ തീരദേശവാസികൾ ഏറെ ആശങ്കയിലാണ്. കടൽഭിത്തി നിർമ്മിക്കാനായി പദ്ധതി തയ്യാറാക്കിയതായും അറിയിപ്പുണ്ട്. വർഷം തോറും കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. മുൻകാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകളാണ് നിർമ്മാണ പ്രവൃത്തിക്കായി ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ തീരെ കിട്ടാനില്ലെന്നാണ് അധികൃതർ പറയുന്നത്. മഴ എത്തിയതോടെ തീരദേശവാസികൾ ഏറെ ഭീതിയിലാണെന്നതിൽ യാതൊരു സംശയവുമില്ല. തീരദേശ പരിസരത്തെ വീടുകൾ ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ്. കടൽഭിത്തി നിർമ്മിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് KCN. മലബാറിനോട് റെയിൽവേയുടെ കൊലച്ചതി. ബൈന്ദൂർ പാസഞ്ചർ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷ മങ്ങുന്നു. പാസഞ്ചറിന്റെ കോച്ചുകൾ റെയിൽവേ മറ്റു തീവണ്ടികൾക്ക് വീതിച്ചു നൽകി. 1 മാസത്തോളമായി മഞ്ചേശ്വരത്ത് നിർത്തിയിട്ടിരുന്ന വണ്ടിയുടെ കോച്ചുകളാണ് വിവിധ പാസഞ്ചർ വണ്ടികളിൽ ഘടിപ്പിച്ചത്. മെയ് 10 മുതൽ ബൈന്ദൂരിന്റെ കോച്ച് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്നു. ബൈന്ദൂർ പാസഞ്ചർ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയുമാണ് ഇതോടെ നഷ്ടമായത്. പാസഞ്ചറിന്റെ കോച്ച് റെയിൽവേ മറ്റു തീവണ്ടികൾക്ക് വീതിച്ചു നൽകിയാണ് ഇത്തരമൊരു നടപടി. അതേസമയം ബൈന്ദൂരിനൊപ്പം നിർത്തിയ മംഗലാപുരം മഡ്ഗോവ ഡെമു വണ്ടി സർവീസ് പുനരാരംഭിക്കാനിരിക്കെയാണ് ബൈന്ദൂരിനോട് റെയിൽവേയുടെ ഈ ചതി. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മൺസൂൺ ടൈം ടേബിളിനെയും ബൈന്ദൂരിന്റെ സമയം ഉൾപ്പെടുത്തിയിരുന്നു. ബൈന്ദൂരിന്റെ കോച്ച് മറ്റു വണ്ടികളിൽ ഘടിപ്പിക്കാത്തത് യാത്രക്കാരിൽ ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ മൺസൂൺ ടൈം ടേബിൾ പുറത്തിറക്കിയ ദിവസം തന്നെ കോച്ച് മറ്റു വണ്ടികൾക്കായി വീതിച്ചു നൽകി. ബൈന്ദൂർ പുനരാരംഭിക്കണമെന്നും സമയമാറ്റം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലവത്തായില്ല. പാസഞ്ചറിന്റെ കോച്ചുകൾ വീതിച്ചു നൽകിയതോടെ ബൈന്ദൂർ പാസഞ്ചറിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് റെയിൽവേ ചെയ്തത്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ KSTP നടത്തുന്ന റോഡ് പണിയിൽ ഉദുമ ടൗണിനെ അവഗണിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉദുമ കൂട്ടായ്മയും കേരള വ്യാപാരി വ്യവസായി സമിതിയും സംയുക്തമായി നടത്തുന്ന പ്രക്ഷോഭത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം ചേർന്നു. K കുഞ്ഞിരാമൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. KSTP നടത്തുന്ന റോഡ് പണിയിൽ ഉദുമ ടൗണിനെ അവഗണിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഇതോടനുബന്ധിച്ചാണ് ഉദുമക്കാർ കൂട്ടായ്മയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി സർവകക്ഷി യോഗം ചേർന്നത്. ഉദുമ വ്യാപാര ഭവൻ ഹാളിൽ ചേർന്ന യോഗം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉദുമ ടൗണിനെ രണ്ടാക്കിയുള്ള റെയിൽവേ പാതയാണ് വികസനത്തിന് പ്രധാന തടസ്സമായതെന്ന് MLA ചൂണ്ടിക്കാട്ടി. ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് KA മുഹമ്മദ് അലി അധ്യക്ഷനായി. KSTP റോഡ് പണി ആരംഭിച്ചതിൽ പിന്നെ ഉദുമക്കാർ ദുരിതത്തിലായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റോഡിലെ ബസ് സ്റ്റോപ്പ് നിർമ്മാണമടക്കമുള്ള ജോലിയായിരുന്നു ഈ കാലയളവിൽ തീർക്കേണ്ടിയിരുന്നത്.
ഉദുമ ടൗണിന്റെ വികസനമില്ലെന്ന് യോഗം വിമർശിച്ചു. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. റംസാൻ വിശേഷങ്ങളുമായി ഇനി നോമ്പാഴപ്പൊരുൾ. കല്ലുമ്മക്കായ് ഫ്രൈയും ചിക്കൻ വിഭവങ്ങളും ലൈവ്. വ്യത്യസ്തത പകർന്ന് ചിക്കൻ കിളിക്കൂടും. എണ്ണ പലഹാരങ്ങളുടെ രുചി പകർന്ന് നോമ്പ് വിപണി. തത്സമയം പൊരിച്ചു നൽകുന്ന കല്ലുമ്മക്കായ നോമ്പ് വിപണിയിലെ ഇഷ്ട വിഭവമായി മാറുകയാണ്. ഉപഭോക്താക്കൾക്ക് തത്സമയം തയ്യാർ ചെയ്തു കൊടുക്കുന്ന കല്ലുമ്മക്കായക്ക് വൻ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. കല്ലുമ്മക്കായ്ക്ക് പുറമെ ചിക്കനിൽ നിന്നുള്ള വിവിധ വിഭവങ്ങളാണ് മാറ്റുപകരുന്നത്. ചിക്കൻ ക്രിസ്പി, സെസ്വാൻ ചിക്കൻ, കബാബ് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. ഇവയ്ക്ക് 15 രൂപയാണ് വില. മധുരം പകരുന്ന കായ്പോളയ്ക്ക് ഒരു പീസിന് 20 രൂപ വിലയുണ്ട്. കട്ലറ്റ്, ഷവർമ, ഉന്നക്കായ, ബർഗർ എന്നിവയും ഏറെ വിറ്റുപോകുന്ന ഇനങ്ങൾ തന്നെ. സമൂസയിൽ മാത്രം രുചി നിറഞ്ഞവർ ഇപ്പോൾ വ്യത്യസ്തത തേടുകയാണെന്നും അതുകൊണ്ട് തന്നെ വിപണിയും വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാവുകയാണെന്നും വ്യാപാരികൾ പറയുന്നു. ഇപ്രാവശ്യം ലൈവായിട്ട് നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കല്ലുമ്മക്കായ് ഫ്രൈ, പിന്നെ ചിക്കൻ കബാബ്, പിന്നെ ബജ്ജിയ, പിന്നെ ചിക്കൻ എക്സ്പെർട്ട് റോള് തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചൂടോടെ നമ്മുടെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വ്യത്യസ്തമായി 5-6 ഐറ്റംസ് നമ്മൾ ജാസ്തി ഉണ്ടാക്കുന്നുണ്ട് പുതിയതായിട്ട്. അതായത് പിന്നെ ഷിജുവാൻ ചിക്കന്, പിന്നെ ചിക്കൻ പൊട്ടിത്തെറി, അതായത് ക്രിസ്പി ഐറ്റമാണ്, ഏറ്റവും മൂവുള്ള ഐറ്റമാണ് അതെല്ലാം. പിന്നെ ചിക്കൻ രശ്മി കബാബ്, റഷ്യൻ കബാബ് തുടങ്ങിയ സാധനങ്ങളെല്ലാം. പിന്നെ ചിക്കൻ കിളിക്കൂട്, അത് കാടമുട്ടയിൽ വെച്ചിട്ടുള്ള ചിക്കൻ കിളിക്കൂട്, അതൊക്കെ സ്പെഷ്യൽ ഐറ്റമാണ്. സാൻഡ്വിച്ച് ഇനങ്ങൾക്കാണ് ഏറെ ആവശ്യക്കാരുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഉച്ചയാവുന്നതോടെ തന്നെ കാസർഗോട്ടെ കച്ചവട സ്റ്റാളുകൾ ഉണരും. വൈകുന്നേരമാകുന്നതോടെ കച്ചവടം പൊടിപൊടിക്കുമ്പോൾ അത് കാസർഗോഡിന്റെ രുചിയോത്സവങ്ങളായി മാറുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മറ്റു വാർത്തകളിലേക്ക്. യഥാർത്ഥ ഓണാഘോഷമായ പൊലിയന്ത്രം ചടങ്ങിനെക്കുറിച്ച് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ സാഹിത്യവേദി നിർമ്മിച്ച പൊലിയന്ത്രം റിച്വൽ ഓഫ് എ ഗ്രേറ്റ് റിട്ടേൺ എന്ന ഡോക്യുമെന്ററി പ്രദർശനത്തിനൊരുങ്ങി. സാഹിത്യവേദിയുടെ 30ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 2016 നിർമ്മാണം ആരംഭിച്ചത്. മഞ്ചേശ്വരം, ഉപ്പള, കീഴൂർ തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ചിത്രീകരണം നടന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നത്. എന്നാൽ ഉത്തര കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ തുലാമാസത്തിലെ ദീപാവലി ദിവസമാണ് മഹാബലിയെ വിളക്കും പൂക്കളും വെച്ച് ദൈവത്തെ പോലെ വരവേൽക്കുന്ന ചടങ്ങ് നടക്കുന്നത്. ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും തെയ്യസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് വീടുകളിലും ഇപ്പോഴും ബലിപൂജയായ പൊലിയന്ത്രം നടക്കുന്നുണ്ട്. പണ്ട് ദീപാവലി ആഘോഷം ബലിപൂജയായിരുന്നു എന്നതിന് തെളിവുണ്ട്. പിൽക്കാലത്ത് ദീപാവലിയുടെ അർത്ഥം മാറിയതാണ്. അർത്ഥം മാറാതെ ഇന്നും ഈ ബലിപൂജ ഇവിടെ നിലനിൽക്കുന്നു. നോവലിസ്റ്റും സാഹിത്യവേദി പ്രസിഡന്റുമായ അംബിക സുധന്മാങ്ങാടാണ് പൊലിയന്ത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ആദിമധ്യാന്തം തുടങ്ങിയ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ജലീൽ ബാദുഷിയാണ് ഛായാഗ്രഹണം. വിപിൻ രവി എഡിറ്റിംഗും ജയൻ മാങ്ങാട് ശബ്ദലേഖനവും നിർവഹിച്ചു. ശബ്ദം നൽകിയത് അജേഷ് കടന്നപ്പള്ളിയാണ്. സ്കൂളുകളിൽ മലയാളം ഭാഷ നിർബന്ധമാക്കിയതിനെതിരെ ഹൈസ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലെ വിദ്യാലയങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ಕನ್ನಡ ಶಾಲೆಯಲ್ಲಿ ಕನ್ನಡ ಸಾಕು, ಕನ್ನಡ ಶಾಲೆಯಲ್ಲಿ ಕನ್ನಡ ಸಾಕು, ಕಾಯಕ ಬೇಕು, ಭಾಷೆಯ ಉಳಿಸುವ
ಯೋಜನೆ ಸಾಕು. ಕನ್ನಡ ವೀರರ ಕಣಸಲು ಬಂದರೆ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ സീസൺ 5-ന്റെ ഭാഗമായി നടന്ന ഹണിമൂൺ ട്രിപ്പ് ലക്കി ഡ്രോ രണ്ടാം ഘട്ടം കാസർഗോഡ് ഷോറൂമിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാർട്ട്ണർമാരടക്കം നിരവധി പേർ സന്നിഹിതരായി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ സീസൺ 5 ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഹണിമൂൺ ട്രിപ്പ് ലക്കി ഡ്രോ രണ്ടാം ഘട്ടം കാസർഗോഡ് ഷോറൂമിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനവാസ് പാദൂർ നിർവഹിച്ചു. ചടങ്ങിൽ പാർട്ട്ണർമാരായ ടി.എ. മഹമ്മൂദ്, മുഹമ്മദ് സർദാർ, ബ്രാഞ്ച് ഹെഡ് അൻവർ കളനാട്, വിനോദ് ഫിലിപ്പ്, മാനേജർ രാജേഷ് തുടങ്ങിയവർ സന്നിഹിതരായി. ആയിഷ കെ.പി. എന്ന കസ്റ്റമറാണ്. അബ്ദുൽ സത്താർ ബി.എ, മൊയ്തീൻ കുഞ്ഞി, ഈ 3 ആൾക്കാരാണ് മലേഷ്യ ട്രിപ്പിന്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ സംഗമം നടന്നു. 513 പേർക്കാണ് ഭവന പദ്ധതി വഴി സഹായം ലഭിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3.5 ലക്ഷം രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്. നഗരസഭയിൽ കുടുംബശ്രീ വഴി സർവേ നടത്തിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഗുണഭോക്തൃ സംഗമം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ആ സൈക്കിളിന് ഒരു കോർണറേറ്റില്ല, 2 കമ്പി പൊട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബെല്ല് മാറിയിട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാവും. അത് മാറ്റി കൊടുത്താൽ മതി. നിങ്ങൾ കാഞ്ഞങ്ങാട് നഗരസഭക്കകത്ത് ഇങ്ങനെ വീടുകളിലെ എല്ലാ സൈക്കിളുകളും നമുക്ക് കളക്ട് ചെയ്യാം. എന്നിട്ടോ അതെല്ലാം ഈ കുട്ടികളെ കൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു ക്യാമ്പ് വെച്ചിട്ട് അവരെ കൊണ്ട് തന്നെ നേരെയാക്കാം. അവർക്ക് കൊണ്ട് സാധനങ്ങൾ മണിച്ചു കൊടുത്താൽ അവർ തന്നെ അത് ഫിറ്റ് ചെയ്തോളൂ. അവർക്ക് ഭയങ്കര ശരി. വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ അധ്യക്ഷയായി. സെക്രട്ടറി കെ മഹേഷ് സംസാരിച്ചു. ഹൊസ്ദൂർ സർക്കിൾ സഹകരണ യൂണിയന്റെ കീഴിലുള്ള വിവിധ സർക്കിൾ തല ഓഫീസുകളുടെയും നവീകരിച്ച ഹാളിന്റെയും ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഹോസ്റ്റർ സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസ്, സഹകരണ വകുപ്പ് ജനറൽ ഓഡിറ്റ് വിഭാഗം എന്നിവയുടെ സർക്കിൾ തല ഓഫീസുകളുടെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പി കരുണാകരൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ സഹകരണ ബാങ്കുകൾ അന്ന് പോകുമ്പോൾ പ്രയാസം തോന്നിയിരുന്നു. കാരണം ആളുകൾക്ക് വരാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഡെപ്പോസിറ്റ് ഇട്ടാൽ വിട്ടുകൊണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. ആയിരക്കണക്കിന് ജീവനക്കാരുടെ ഭാവി എന്തായിരിക്കുമെന്നുള്ള ആശങ്കയിലായിരുന്നു. പക്ഷേ അതിനെ അതിജീവിക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. കാരണം നിങ്ങളുടെ പ്രവർത്തനത്തിന് ഭാഗമായിട്ട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ഇസ്മായിൽ അധ്യക്ഷനായി. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി കൃഷ്ണകുമാർ, സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി സലീം, ആർ രാജീവൻ, എം കുഞ്ഞമ്പു, എൻ രവീന്ദ്രൻ, എ ദാമോദരൻ, കെ രവീന്ദ്രൻ, എം വി കോമൻ നമ്പ്യാർ, രാധാകൃഷ്ണൻ നായർ, ബംഗളം പി കുഞ്ഞികൃഷ്ണൻ, വി കമാരൻ, കെ രമണി, പി ഭരതൻ, പി അശോകൻ, പി കെ മോഹനൻ, കെ വി ഭാസ്കരൻ, പി കെ വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം നഗരത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ പുതിയ ഉദ്യമത്തിന് തുടക്കം. മാർക്കറ്റ് ജംഗ്ഷനിൽ ദേശീയപാതയോരത്തെ ഓവുചാലിൽ മാലിന്യ കൂമ്പാരം. ഹോട്ടലുകളിലെയും ലോഡ്ജുകളിലെയും മാലിന്യങ്ങൾ അത്രയും തള്ളുന്നത് ഓവുചാലിൽ. നീലേശ്വരം നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ പുതിയ മുന്നേറ്റത്തിനാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ തുടക്കമിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് നഗരത്തിലെ ദേശീയപാത കടന്നുപോകുന്ന ഭാഗത്തെ ഓവുചാലുകളുടെ നവീകരണം. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആരംഭിച്ച പ്രവർത്തനം നഗരസഭാ അധികൃതരുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. മഴക്കാലത്ത് നീലേശ്വരം പുഴയിലേക്ക് നഗരത്തിൽ നിന്നും വ്യാപകമായി മലിനജലം ഒഴുകിപ്പോകുന്നത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിലെ മറ്റു ഓവുചാലുകൾ നേരത്തെ ശുചീകരിക്കുകയും ചെയ്തു. എന്നാൽ പുഴയിലേക്കുള്ള മലിനജലത്തിന്റെ ഒഴുക്ക് തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നഗരസഭ മാർക്കറ്റ് ജംഗ്ഷനിലെ ദേശീയപാതയോട് ചേർന്നുള്ള ഓവുചാൽ നവീകരിക്കാൻ ആരംഭിച്ചത്. ഓവുചാൽ കയ്യേറി സമീപത്തെ ഹോട്ടൽ നിർമ്മിച്ച ചവിട്ടുപടികൾ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. തുടർന്നാണ് ഓവുചാലുകളുടെ നവീകരണം ആരംഭിച്ചത്. ഭീകരമായ തോതിലാണ് ഓവുചാലിൽ മാലിന്യം കണ്ടെത്തിയത്. സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും ലോഡ്ജുകളിലെയും മാലിന്യങ്ങളത്രയും ഓവുചാലിലേക്ക് പൈപ്പ് വഴി തള്ളുന്നതായി കണ്ടെത്തി. ഒപ്പം മനുഷ്യ വിസർജ്യങ്ങൾ ഉൾപ്പെടെ ഓവുചാലിലേക്ക് ഒഴുക്കിവിട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്.
മാലിന്യം നിറഞ്ഞ് ഇതെല്ലാം നീലേശ്വരം പുഴയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. മാർക്കറ്റ് ജംഗ്ഷനിലെ ദേശീയപാതയോരത്തെ ഓവുചാലുകൾ പൂർണ്ണമായും ശുചീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ദേശീയപാതയോരത്ത് ഓവുചാലുകൾ സ്ഥാപിച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനം നടക്കുന്നത്. നഗരത്തിലെ മാലിന്യ കേന്ദ്രമായിരുന്ന ഓവുചാലുകൾ ശുചീകരിച്ചത് നീലേശ്വരം ടൗണിലെ മാലിന്യ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആരംഭിച്ച പ്രവൃത്തി രാത്രിയിലും നിർത്താതെയാണ് തുടർന്നത്. നഗരസഭാ ചെയർമാനോടൊപ്പം വൈസ് ചെയർപേഴ്സൺ വി ഗൗരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, AV സുരേന്ദ്രൻ, കൗൺസിലർ PK രതീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ KV അബ്ദുൽ കരീം, ജയചെയർമാരായ E രൂപേഷ്, TV രാജൻ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ATM മെഷീനിൽ നിന്ന് പണമെടുത്തപ്പോൾ കിട്ടിയത് പഴയതും കടലാസ് വെച്ച് ഒട്ടിച്ചതുമായ നോട്ടുകൾ. SBIയുടെ നീലേശ്വരം തെരുവിലെ ATMൽ നിന്നാണ് നോട്ടുകൾ ലഭിച്ചത്. SBI ATMൽ നിന്ന് ലഭിച്ചത് കീറി ഒട്ടിച്ച നോട്ടുകൾ. നീലേശ്വരത്ത് വളർത്തുമൃഗങ്ങളുടെ വിൽപ്പനശാല നടത്തുന്ന കൊയാമ്പുറത്തെ PK സുജിത്തിനാണ് കീറി ഒട്ടിച്ച നിലയിലുള്ള 100ന്റെ നോട്ടുകൾ ലഭിച്ചത്. നീലേശ്വരം തെരൂർ റോഡിലുള്ള SBI ATMലാണ് സംഭവം. ബുധനാഴ്ച രാത്രി 8500 രൂപയാണ് സുജിത്ത് പിൻവലിച്ചത്. സീരിയൽ നമ്പറുകൾ ഉൾപ്പെടെ മറഞ്ഞ രീതിയിലായിരുന്നു നോട്ടുകൾ ഒട്ടിച്ചിരുന്നത്. മറ്റു ചില നോട്ടുകൾ തീക്കനൽ വീണ് കത്തിയ നിലയിലാണെന്നും ഇദ്ദേഹം പറഞ്ഞു. ഇതേ തുടർന്ന് നീലേശ്വരത്തെ SBI ശാഖയിലെത്തിയ സുജിത്തിന് മുന്നിൽ അധികൃതർ കൈമലർത്തുകയാണ് ചെയ്തതെന്നാണ് പരാതി. തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ കാഞ്ഞങ്ങാട് ശാഖയിൽ ചെന്ന് പരാതി നൽകണമെന്നുമായിരുന്നു അത്രേ മറുപടി. തുടർന്ന് ഇദ്ദേഹം കാഞ്ഞങ്ങാടെത്തി പരാതി നൽകി. ATMൽ പണം നിറയ്ക്കുന്നത് തങ്ങളല്ലെന്നും ഏജൻസിയാണെന്നും ആദ്യമായാണ് ഇത്തരം പരാതി ലഭിച്ചതെന്നും അറിയിച്ച അധികൃതർ കീറി ഒട്ടിച്ച നോട്ടുകൾ മാറ്റി നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു K വെളുത്തമ്പുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. DCCയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച K വെളുത്തമ്പു അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. മഴ ശക്തമായതോടെ പ്രാണൻ വിറച്ച് കടലോരം. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് കടൽ ഭിത്തി നിർമ്മാണത്തിന് തടസ്സമാകുന്നതെന്ന ന്യായം പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞുമാറുന്നതായി ആക്ഷേപം. മലബാറിനോട് റെയിൽവേയുടെ കൊലച്ചതി. ബൈന്ദൂർ പാസഞ്ചർ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷ മങ്ങുന്നു. 1 മാസത്തോളം മഞ്ചേശ്വരത്ത് നിർത്തിയിട്ട പാസഞ്ചറിന്റെ കോച്ചുകൾ വിവിധ പാസഞ്ചർ വണ്ടികളിൽ ഘടിപ്പിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ KSTP നടത്തുന്ന റോഡ് പണിയിൽ ഉദുമ ടൗണിനെ അവഗണിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഉദുമ കൂട്ടായ്മയും സംയുക്തമായി സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. റംദാനിൽ രുചിയേറും പലഹാരവുമായി വിപണികൾ സജീവം. കല്ലുമ്മക്കായ് ഫ്രൈക്കും ചിക്കൻ വിഭവങ്ങൾക്കും പുറമെ വ്യത്യസ്തത പകർന്ന് ചിക്കൻ കിളിക്കൂടും നോമ്പ് വിപണിയിലെ പ്രിയ വിഭവമാകുന്നു. യഥാർത്ഥ ഓണാഘോഷമായ പൊലിയന്ത്രം ചടങ്ങിനെ കുറിച്ച് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ സാഹിത്യവേദി നിർമ്മിച്ച പൊലിയന്ത്രം റിച്വൽ ഓഫ് എ ഗ്രേറ്റ് റിട്ടേൺ എന്ന ഡോക്യുമെന്ററി സിനിമ പ്രദർശനത്തിനൊരുങ്ങി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ചിത്രീകരണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.